വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോ നോൺ ഫൈനൈറ്റ്സ് എന്നറിയപ്പെടുന്ന നോൺ ഫൈനൈറ്റ് വെർബുകളെ കുറിച്ചുള്ളതാണ്. വെർബ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഫൈനൈറ്റ് ആൻഡ് നോൺ ഫൈനൈറ്റ്. വെർബുകൾ രണ്ടു തരത്തിൽ വിഭജിക്കപ്പെടുന്നു, ഫൈനൈറ്റ് വെർബ്സ് ആൻഡ് നോൺ ഫൈനൈറ്റ് വെർബ്സ്. അപ്പൊ ഇതിൽ നോൺ ഫൈനൈറ്റ് വെർബുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഫൈനൈറ്റ് വെർബിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഫൈനൈറ്റ് വെർബ് എന്നറിയപ്പെടുന്നത് എല്ലാ സെന്റൻസുകളിലും നിർബന്ധമായിട്ടും കാണപ്പെടുന്നവയാണ്. കാരണം സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഫോളോ ചെയ്യുന്ന വെർബാണ് ഫൈനൈറ്റ് വെർബ്. എന്നാൽ നോൺ ഫൈനൈറ്റ് വെർബ് ഓപ്ഷണൽ ആണ് സെന്റൻസുകളിൽ. ഷീ ഡിസ്ലൈക്സ് റീഡിംഗ് ഓൾഡ് നോവൽസ്. ഈ സെന്റൻസിൽ ഫൈനൈറ്റ് വെർബും ഉണ്ട്, നോൺ ഫൈനൈറ്റ് വെർബും ഉണ്ട്. ഏതാണ് ഫൈനൈറ്റ് വെർബ്? ഡിസ്ലൈക്സ്. കാരണം അത് പ്രസന്റ് ടെൻസിനെ കാണിച്ചു തരുന്നു. ഷീ എന്നുള്ള തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് എസ് ചേർത്തുകൊണ്ടാണ്. ഇത് വി എന്നുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ എങ്ങനെയാ വരിക? വി ഡിസ്ലൈക്ക് റീഡിംഗ് ഓൾഡ് നോവൽസ്. സ്മോക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ്. ഇവിടെ സ്മോക്കിംഗ് എന്ന് പറയുന്നത് നോൺ ഫൈനൈറ്റ് ആണ്, വെർബാണ്, വെർബിന്റെ ഒരു ഫോം ആണ് അത് സ്മോക്കിംഗ്. പക്ഷെ അതിവിടെ നോൺ ഫൈനൈറ്റ് വെർബായ ജെറുണ്ടായി നിൽക്കുന്നു. ഇതിൽ ഫൈനൈറ്റ് വെർബ് ഈസ് ആണ്. ഫൈനൈറ്റ് വെർബ് എങ്ങനെയാ കണ്ടെത്തുക? ടെൻസ് മാറ്റിയാൽ മാറും. എന്നാൽ നോൺ ഫൈനൈറ്റ് വെർബ് ടെൻസ് മാറ്റിയാലും മാറില്ല അതിന്റെ സ്ട്രക്ചർ. ഷീ ഡിസ്ലൈക്സ് റീഡിംഗ് ഓൾഡ് നോവൽസ്. ഷീ ഡിസ്ലൈക്ഡ് റീഡിംഗ് ഓൾഡ് നോവൽസ്. പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയാലും റീഡിംഗിൽ ഒരു മാറ്റവും വരില്ല. പക്ഷെ ഫൈനൈറ്റ് വെർബിൽ മാറ്റം വരുന്നു. ഇ ഡി ചേർത്തുകൊണ്ടാണ് നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയത്. ഡിസ്ലൈക്ഡ്. ഹി വാണ്ട്സ് ടു പ്ലേ. അവിടെയും ടു പ്ലേ എന്ന് പറയുന്നത് നോൺ ഫൈനൈറ്റ് ആയ ഇൻഫിനിറ്റീവ് ആണ്. എന്നാൽ ഫൈനൈറ്റ് വെർബ് ഏതാണ്? വാണ്ട്സ്. ഇത് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ സെന്റൻസ് എങ്ങനെ വരും? ഹി വാണ്ടഡ് ടു പ്ലേ. വാണ്ടഡ്. ഫൈനൈറ്റ് വെർബ് മാറും ടെൻസ് മാറുമ്പോൾ. നോൺ ഫൈനൈറ്റ് വെർബ്സ് ഡു നോട്ട് ആക്ട് ആസ് എ വെർബ്. അപ്പൊ നോൺ ഫൈനൈറ്റ് വെർബുകൾ ഒന്നും തന്നെ വെർബായിട്ടല്ല പ്രവർത്തിക്കുന്നത്. വെർബിന്റെ ഫോം ആണ്, പക്ഷെ വെർബായിട്ടല്ല ഒരു സെന്റൻസിൽ പ്രവർത്തിക്കുന്നത്. ആക്ട്സ് ആസ് നൗൺസ് ആൻഡ് അഡ്ജക്റ്റീവ്സ്. എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് നോൺ ഫൈനൈറ്റ് വെർബ്? നൗൺ ആയിട്ട് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ട്. അത് ഓർമ്മിക്കുക. വെർബായിട്ടല്ല നോൺ ഫൈനൈറ്റ് വെർബുകൾ ഒരു സെന്റൻസിൽ നിൽക്കുന്നത്. ഡു നോട്ട് ഫോളോ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഒരിക്കലും സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് അത് ഫോളോ ചെയ്യുന്നില്ല. എന്നാൽ ഫൈനൈറ്റ് വെർബ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെൻസിൽ ഉണ്ടാകുന്ന മാറ്റം എല്ലാം ഫൈനൈറ്റ് വെർബിൽ മാറ്റം വരുത്തും. എന്നാൽ നോൺ ഫൈനൈറ്റ് വെർബ് എന്താണെങ്കിലും ഒരു മാറ്റവും വരില്ല, ഏത് ടെൻസ് ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. The different kinds of non-finite verbs are infinitives, gerund and participles. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നോൺ ഫൈനൈറ്റ് വെർബ്സ്? ഇൻഫിനിറ്റീവ്സ്, അടുത്തത് gerund and participles. ഇൻഫിനിറ്റീവ്സ് ഫുൾ ഇൻഫിനിറ്റീവ്സ് ഉണ്ട്, ബെയർ ഇൻഫിനിറ്റീവ്സ് ഉണ്ട്. ഇൻഫിനിറ്റീവ്സ് ഫുൾ ഇൻഫിനിറ്റീവ്സ് എന്ന് വെച്ചാൽ 2+V1 വെർബിന്റെ ബേസ് ഫോം ആയിരിക്കണം. അത് ഓർമ്മ വേണം. 2+V1. ഐ വാണ്ട് ടു പ്ലേ, അതിൽ ടു പ്ലേ എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്. ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ 2+V1. ഇനി ഇൻഫിനിറ്റീവ് തന്നെ 2 ഇല്ലാതെയും കാണപ്പെടുന്നു. അപ്പൊ പറയുന്നത് ബെയർ ഇൻഫിനിറ്റീവ് എന്നാണ് പറയുക. അധികവും 2+V1 ആണ് ഇൻഫിനിറ്റീവ്സ് കാണപ്പെടുന്നത്. എന്നാൽ ബെയർ ഇൻഫിനിറ്റീവ്സ് ഉണ്ട്. ഐ വാണ്ട് ടു പ്ലേ, ഐ വാണ്ട് ടു കുക്ക്, ഐ വാണ്ട് ടു ഡാൻസ്, ഐ വാണ്ട് ടു സ്റ്റഡി. അതിലെ വാണ്ട് എന്ന് പറയുന്നതാണ് ഫൈനൈറ്റ് വെർബ്. കാരണം എല്ലാ സെന്റൻസുകളിലും ഫൈനൈറ്റ് വെർബ് ഉണ്ട്. ടു പ്ലേ എന്ന് പറയുന്നത് നോൺ ഫൈനൈറ്റ് ആണ്. അത് ഏത് നോൺ ഫൈനൈറ്റ് ആണ്? ഇൻഫിനിറ്റീവ്. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ വെർബ് വിത്തൗട്ട് ടു ഉപയോഗിക്കാതെ വെർബിന്റെ ബേസ് ഫോം മാത്രം ഉപയോഗിക്കുന്ന ഇൻഫിനിറ്റീവ് ഉണ്ട്. അതാണ് ബെയർ ഇൻഫിനിറ്റീവ്. റീന വിൽ ഹെൽപ്പ് മീ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലൊക്കെ വരുന്നവ ബെയർ ഇൻഫിനിറ്റീവ് ആണ്. വില്ലിന് ശേഷം വരുന്ന V1. റീന വിൽ ഹെൽപ്പ് മീ. റീന ക്യാൻ ഹെൽപ്പ് മീ. റീനയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. റീന എന്നെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്ന ഈ സെന്റൻസ് വിൽ, ക്യാൻ, മസ്റ്റ്, മേ മോഡൽ വെർബുകളൊക്കെ അധികവും അതിനുശേഷം വരുന്നവ ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കും. എക്സെട്ര ആർ ഫോളോഡ് ബൈ ഇൻഫിനിറ്റീവ് വിത്തൗട്ട് ടു. ഷീ ടോൾഡ് മീ ടു കം ദർ. ഇവിടെ ടു കം എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്. അത് ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കുന്നു ഈ സെന്റൻസിൽ. ഷീ ടോൾഡ് മീ. To play with fire is dangerous.
ഇവിടെ ടു പ്ലേ എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്. അതിവിടെ സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുന്നു. കാരണം ഇൻഫിനിറ്റീവും ജെറുണ്ടും ഒക്കെ നൗണിന്റെ ആക്ട് ആണ് ചെയ്യുന്നത് ഒരു സെന്റൻസിൽ. ജെറുണ്ട്, ജെറുണ്ടിന്റെ ഫോം എന്താണ്? വെർബ് പ്ലസ് ing. ഡാൻസിങ്, കുക്കിംഗ്, പ്ലേയിങ്, വാച്ചിങ്, അതാണ് ജെറുണ്ടിന്റെ ഫോം. റീഡിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. ഇവിടെ റീഡിങ് എന്നുള്ളതാണ് ജെറുണ്ട്. അത് നോൺ ഫൈനൈറ്റ് വെർബാണ്. പക്ഷേ എല്ലാ സെന്റൻസുകളിലും ഫൈനൈറ്റ് വെർബ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സെന്റൻസിലെ ഫൈനൈറ്റ് വെർബ് ഏതാണ്? ഈ സെന്റൻസിനെ പാസ്റ്റ് ടെൻസിലേക്ക് ഒന്ന് മാറ്റി നോക്കുക. റീഡിങ് വാസ് എ ഗുഡ് ഹാബിറ്റ് എന്ന് വരും. അപ്പൊ ഇവിടെ ഈസ് എന്നുള്ളതാണ് ഫൈനൈറ്റ് വെർബ്. ഫൈനൈറ്റ് വെർബ് ടെൻസ് മാറുമ്പോൾ മാറും. ആ ഒരു പോയിന്റ് ഓർമ്മിക്കുക. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫൈനൈറ്റ് വെർബിനെ കണ്ടെത്താം. ഫൈനൈറ്റ് വെർബിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നോൺ ഫൈനൈറ്റ് കണ്ടെത്തുക. ആ സെന്റൻസിൽ നോൺ ഫൈനൈറ്റ് വെർബുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. ദേ ലൈക്ക് കുക്കിംഗ്. ഇവിടെ കുക്കിംഗ് എന്നുള്ളത് ജെറുണ്ടാണ്. അത് നോൺ ഫൈനൈറ്റ് വെർബാണ്. ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫസ്റ്റ് സെന്റൻസിൽ അത് സബ്ജക്റ്റ് ആയിരുന്നു. എന്നാൽ സെക്കൻഡ് സെന്റൻസിൽ അത് ഒബ്ജക്റ്റ് ആവുന്നു. കാരണം നൗണ് പോലെയാണ് പ്രവർത്തിക്കുന്നത് ജെറുണ്ട്, ഇൻഫിനിറ്റീവ് ഇവ. ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ഈസ് ആൾവേസ് യൂസ്ഫുൾ. ഇവിടെ ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് എന്നുള്ളതാണ് ഈ സെന്റൻസിലത്തെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിന്റെ ഒരു പാർട്ടായിട്ടുള്ള ലേണിംഗ് എന്നുള്ളത് ജെറുണ്ടാണ്. ഫൈനൈറ്റ് വെർബ് ഏതാണ്? ഈസ്. കാരണം അത് മാറും പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയാൽ. വി എൻജോയ് വാച്ചിങ് ടെലിവിഷൻ. ഇവിടെ ഏതാണ് ജെറുണ്ട്? വാച്ചിങ്. അതാണ് നോൺ ഫൈനൈറ്റ് വെർബ്. അപ്പൊ ജെറുണ്ടിന്റെ ഫോം വെർബ് പ്ലസ് ing എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു നോൺ ഫൈനൈറ്റ് ആണ് പാർട്ടിസിപ്പിൾസ്. പാർട്ടിസിപ്പിൾ തന്നെ 3 തരമുണ്ട്. 3 types of participles ഉണ്ട് മെയിൻലി. ഏതൊക്കെയാണത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. അതിൽ പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ ഫോം വെർബ് പ്ലസ് ing ആണ്. ജെറുണ്ടിന്റെ അതേ ഫോം തന്നെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിളും. വാക്കിംഗ്, പ്ലേയിങ്, ഡാൻസിങ്, കുക്കിംഗ്, അങ്ങനെ. എന്നാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിങ്ങൾക്കറിയാം വെർബിന്റെ തേർഡ് ഫോം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് V1, V2, V3. V3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ പറയുന്നതാണ്. അത് പാർട്ടിസിപ്പിൾസിലെ സെക്കൻഡ് ടൈപ്പ് ആണ്. അതെങ്ങനെയാണ്? വെർബിന്റെ കൂടെ ചിലപ്പോൾ ഡി ചേർത്തുകൊണ്ടാവാം, ചിലപ്പോൾ ed ചേർത്തുകൊണ്ടാവാം, ചിലപ്പോൾ en ചേർത്തുകൊണ്ടാവാം. കാരണം റെഗുലർ വെർബും ഉണ്ട്, ഇറഗുലർ വെർബും ഉണ്ട്. ഇപ്പൊ റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നാണ് പറയുക പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എങ്ങനെയാണ്? ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ ഫോം ഒന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള പാർട്ടിസിപ്പിളിന്റെ തേർഡ് ടൈപ്പ് ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവിങ് ഫിനിഷ്ഡ്, ഹാവിങ് റിട്ടൺ, ഹാവിങ് കംപ്ലീറ്റഡ്, അങ്ങനെ ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും. അതാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. A present or past participle can function as an adjective phrase to describe a noun placed before it. അപ്പോൾ adjective ആയിട്ട് അല്ലെങ്കിൽ adjective phrase ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഏത്? present participle അല്ലെങ്കിൽ past participle. The movie was boring. ഇവിടെ was boring നിലത്തെ boring എന്ന് പറയുന്നത് present participle ആണ്. അത് ജെറുണ്ടാണെന്ന് നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. വാസ് ബോറിംഗ് എന്നുള്ളതിലത്തെ ബോറിംഗ്. ഇവിടെ എന്താണ് ബോറിംഗ്? മൂവി. അപ്പൊ ഈ ബോറിംഗ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് മൂവിനെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻ തന്നുകൊണ്ടാണ്. മൂവി ബോറിംഗ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. പാർട്ടിസിപ്പിൾ എപ്പോഴും അഡ്ജക്റ്റീവിന്റെ ആക്ട് ആണ് ചെയ്യുന്നത് ഒരു സെന്റൻസിൽ. എന്നാൽ ജെറുണ്ടും ഇൻഫിനിറ്റീവും നൗൺ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ചിലപ്പോൾ സബ്ജക്റ്റ് ആയിട്ടോ ഒബ്ജക്റ്റ് ആയിട്ടോ ഒക്കെയാണ് വരിക. ദ ഗെയിം വാസ് എക്സൈറ്റഡ്. ഇവിടെയും എക്സൈറ്റഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് അഡ്ജക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. എന്താണ് ഇവിടെ എക്സൈറ്റഡ്? ഗെയിം. ആ ഗെയിമിനെ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്.
അതുപോലെ ഐ ആം വാക്കിംഗ് ഓൺ ദ സ്നോ എന്ന് പറയുന്ന ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഈ സെന്റൻസിൽ ഐ ആം വാക്കിംഗ് എന്നുള്ളത് വാക്കിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അതൊരു അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഏതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്? ഐ ആം വാക്കിംഗ്. ഐ എന്നുള്ള സബ്ജക്റ്റ്, ആം വാക്കിംഗ് അല്ലെങ്കിൽ ഹി ഈസ് വാക്കിംഗ്, വി ആർ വാക്കിംഗ്. ഇതിലത്തെ വാക്കിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നറിയപ്പെടുന്നു. ഹി സോ എ സ്ലീപ്പിംഗ് ഡോഗ്. ഇവിടെ സ്ലീപ്പിംഗ് എന്ന് പറയുന്നതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ആ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവായി പ്രവർത്തിക്കുന്നു. കാരണം എന്തിനെയാണ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്? ഡോഗിനെ. ആ ഡോഗ് എന്നുള്ള നൗണിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവിടെ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. ആ സ്ലീപ്പിംഗ് എന്നുള്ള ആ ഒരു വേർഡ് നിൽക്കുന്നത്. അപ്പൊ അത് അഡ്ജക്റ്റീവിന്റെ പ്രവർത്തനം ചെയ്യുന്നു. അഡ്ജക്റ്റീവിന്റെ പ്രവർത്തനം ചെയ്യുന്ന നോൺ ഫൈനൈറ്റ് ഏതാണ്? പാർട്ടിസിപ്പിൾ. A gerund has the same form as a present participle. കാരണം ജെറുണ്ട് എന്നുള്ള നോൺ ഫൈനൈറ്റിനും ഇതേ സെയിം സ്ട്രക്ചർ ആണ് പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ. പക്ഷെ ജെറുണ്ട് ചെയ്യുന്നത് നൗൺ ആയിട്ട് പ്രവർത്തിക്കുന്നു ഒരു സെന്റൻസിൽ. അതുകൊണ്ട് സബ്ജക്റ്റ് ആവാം, ഒബ്ജക്റ്റ് ആവാം. ഹാവിംഗ് യൂസ്ഡ് ദ സിസേഴ്സ് ഐ റിട്ടേൺഡ് ഇറ്റ് ടു ഹർ. ഇവിടെ ഹാവിംഗ് യൂസ്ഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പാർട്ടിസിപ്പിൾസ് ആർ ഡിവൈഡഡ് ഇൻടു 3: present participle, past participle and perfect participle. അതിലത്തെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിളിന്റെ സ്ട്രക്ചർ ആണ് ഹാവിംഗ് യൂസ്ഡ്. ഹാവിംഗ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എന്താണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിളിന്റെ സ്ട്രക്ചർ? ഹാവിംഗ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവിംഗ് യൂസ്ഡ് സിസേഴ്സ് ഐ റിട്ടേൺഡ് ഇറ്റ് ടു ഹർ. ആ സിസേഴ്സ് കത്രിക ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഐ റിട്ടേൺഡ് ഇറ്റ്, ഞാൻ അവൾക്ക് അത് തിരിച്ചു കൊടുത്തു. ഐ റിട്ടേൺഡ് ഇറ്റ് ടു ഹർ. ഇവിടെ ഫസ്റ്റ് നടന്നത് ഹാവിംഗ് യൂസ്ഡ് സിസേഴ്സ്, ഹാവിംഗ് യൂസ്ഡ് ദ സിസേഴ്സ് എന്നുള്ള പ്രവർത്തനമാണ് അവിടെ ആദ്യം നടന്നിരിക്കുന്നത്. പക്ഷെ അതൊരു ഫ്രേസ് ആണ്, അതൊരു ക്ലോസ് അല്ല നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അതിൽ സബ്ജക്റ്റ് ഇല്ല. ഹാവിംഗ് യൂസ്ഡ് ദ സിസേഴ്സ് ഐ റിട്ടേൺഡ് ഇറ്റ് ടു ഹർ. പക്ഷെ നിങ്ങൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് ഹാവിംഗ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നതാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിളിന്റെ സ്ട്രക്ചർ. ഹാവിംഗ് ഫിനിഷ്ഡ് ദ വർക്ക് ഹി വെന്റ് ടു ബെഡ്. വർക്ക് ഫിനിഷ് ചെയ്തുകൊണ്ട് അവൻ ബെഡിലേക്ക് പോയി. വർക്ക് ഫിനിഷ് ചെയ്തുകൊണ്ട് അവൻ ബെഡിലേക്ക് പോയി. ഹി വെന്റ് ടു ബെഡ്. ഇവിടെ ഫസ്റ്റ് പാർട്ടില് സബ്ജക്റ്റ് ഇല്ല. ഹാവിംഗ് ഫിനിഷ്ഡ് എന്ന് കണ്ടാൽ അത് എന്തിന്റെ സ്ട്രക്ചർ ആണ്? പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. ആ വർക്ക് ചെയ്തുകൊണ്ട് അടുത്ത വർക്കിലേക്ക് അവൻ പോയി എന്നുള്ളതാണ്. ഈ സെന്റൻസുകളൊക്കെ നോക്കുക. ഐ എൻജോയ് ഡ്രിങ്കിങ് ഓർ ടു ഡ്രിങ്ക് കോഫി. ഇതില് ഡ്രിങ്കിങ് ആണോ വരേണ്ടത്, ടു ഡ്രിങ്ക് എന്നാണോ ഉപയോഗിക്കേണ്ടത്? അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഐ എൻജോയ് എന്താ വരേണ്ടത്? എൻജോയ് എന്നുള്ള വെർബിന് ശേഷം നോൺ ഫൈനൈറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ING ഫോമിൽ വേണം. അപ്പൊ എന്താ വരിക? ഐ എൻജോയ് ഡ്രിങ്കിങ് കോഫി, ഐ എൻജോയ് ഡ്രിങ്കിങ് കൂൾ ഡ്രിങ്ക്സ്. എന്താണെങ്കിലും ഐ എൻജോയ് ഡ്രിങ്കിങ് എന്നാണ് വരേണ്ടത്. എവരിബഡി വിഷസ് ടു എൻജോയ് എൻജോയ്ഡ് ലൈഫ്. ഇതിൽ ഏതാ വരേണ്ടത്? ടു എൻജോയ് എന്നാണോ എൻജോയ്ഡ് എന്നാണോ? ടു എൻജോയ്. എവരിബഡി വിഷസ് ടു എൻജോയ് ലൈഫ്. എല്ലാവരും വിഷ് ചെയ്യുന്നത് എന്താണ്? ലൈഫ് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. എവരിബഡി സ്റ്റോപ്ഡ് ടോക്കിംഗ് ഓർ ടു ടോക്ക്. എവരിബഡി സ്റ്റോപ്ഡ് ടോക്കിംഗ് എന്നാണ് വരേണ്ടത്. സ്റ്റോപ്ഡ് എന്നുള്ള വെർബ്, ഫൈനൈറ്റ് വെർബ് ഉപയോഗിച്ചാൽ ING ഫോമിലുള്ള നോൺ ഫൈനൈറ്റ് ഉപയോഗിക്കുക. ഏതാണ് ഇവിടെ ING ഫോമിലുള്ളത്? ജെറുണ്ടാണ് ടോക്കിംഗ് എന്ന് പറയുന്നത്. കാരണം അതൊരു ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. എവരിബഡി സ്റ്റോപ്ഡ് ടോക്കിംഗ്. എവരിബഡി സ്റ്റോപ്ഡ് റൈറ്റിംഗ്. ഹാവിംഗ് ഫിനിഷ്ഡ് ദ വർക്ക് ഹി വെന്റ് ടു ബെഡ്. ഇവിടെ ഹാവിംഗ് ഫിനിഷ്ഡ് എന്നുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. വർക്ക് ഫിനിഷ് ചെയ്തുകൊണ്ട് അവൻ ബെഡിലേക്ക് പോയി, ഉറങ്ങാൻ പോയി. ഇതെന്താണ്? പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. യു ആർ എക്സ്പെക്ടഡ് ടു ജോയിൻ ഓർ ജോയിനിങ് ഡ്യൂട്ടി വിത്തിൻ എ വീക്ക്. ഇവിടെ ഏതാണ് വരേണ്ടത്? ടു ജോയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവും ജോയിനിങ് എന്ന് പറയുന്നത് ജെറുണ്ടുമാണ്. അപ്പൊ ഇതിൽ ഏതാ ഉപയോഗിക്കേണ്ടത്? ടു ജോയിൻ എന്നാണ് വരേണ്ടത്. യു ആർ എക്സ്പെക്ടഡ് ടു ജോയിൻ ഡ്യൂട്ടി വിത്തിൻ എ വീക്ക്. ഒരാഴ്ചക്കുള്ളിൽ നീ ജോലിയിൽ ജോയിൻ ചെയ്യുമെന്നാണ്. ഒരാഴ്ചക്കുള്ളിൽ നീ ജോയിൻ ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്യപ്പെടുന്നത്, പ്രതീക്ഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ നോൺ ഫൈനൈറ്റ് പ്രധാനമായിട്ട് 3 ഏതൊക്കെയാണ്? ജെറുണ്ട്, ഇൻഫിനിറ്റീവ് ആൻഡ്
Participles. അതിൽ participles again divide into three. Present participle, past participle and perfect participle.